നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. സർ, കുറേ നാളുകൾക്ക് ശേഷം AK ആൻ്റണിയെ ഇന്നലെ വാർത്താ മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിച്ചു. ഒപ്പം സാറും ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഒരു കാലത്ത് പുലിയായിരുന്ന കേരളം ഭരിച്ചിരുന്ന നിരവധി വികസന പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹം. വയ്യായികയിലും ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനം പങ്കെടുത്തു എന്നുള്ളത് തികച്ചും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നിയമസഭയിലെ അടിയന്തര പ്രമേയം ലോക്കപ്പ് മർദ്ദനത്തെക്കുറിച്ചായിരുന്നു. നീണ്ട ഒരു പ്രസംഗം തന്നെ മുഖ്യമന്ത്രി കാഴ്ചവെച്ചു. അതിൽ ഉടനീളം ഒരുപക്ഷെ ഒരു ഏകപക്ഷീയമായിട്ട് ഒരു വിമർശനം AK ആൻ്റണിക്ക് നേരെയായിരുന്നു ഉയർന്നിരുന്നത്. അതിനൊരു മറുപടി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇന്നലെ വന്നത്. മുത്തങ്ങ സംഭവം, ശിവഗിരി സംഭവമൊക്കെ ഇന്നിപ്പോൾ അത് വീണ്ടും മാധ്യമങ്ങളിൽ വളരെ ചർച്ചയാകുന്നുണ്ട്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഒരുപക്ഷെ അത് ശ്രദ്ധിക്കപ്പെടുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ഇന്നലത്തെ പത്രസമ്മേളനങ്ങൾ ബോധപൂർവം ചെയ്തതല്ല. മിനിഞ്ഞാന്ന് നിയമസഭയിൽ പോലീസിനെ കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ അവിടെ ഈ ഗവൺമെൻറ്റിൻ്റെ ദുഷ്ചെയ്തികളെ ന്യായീകരിക്കുന്നതിന് വേണ്ടി അതിനെക്കുറിച്ചൊന്നും ആരും പറഞ്ഞില്ല. മുഖ്യമന്ത്രി ഇങ്ങനെ ബാങ്കിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നല്ലാതെ ശുചിത്വത്തിനുണ്ടായ സംഭവങ്ങളും മറ്റ് ധാരാളം സംഭവങ്ങളുണ്ട്, അതേക്കുറിച്ചൊന്നും പറയാതെ പഴയ ചരിത്രം കൊണ്ടുവന്ന് തിരിച്ചടിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ചരിത്രത്തിൽ പല ഘടകങ്ങളുണ്ട്, അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു വന്നപ്പോൾ ശിവഗിരി ഒരു പ്രധാനപ്പെട്ട പോയിൻ്റായി. അത് നമ്മുടെ ചന്ദ്രശേഖരനാണ് തുടങ്ങി വെച്ച്. പിന്നെ മുത്തങ്ങ, അത് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനാണ്. അങ്ങനെ നിരവധി ആളുകൾ പിണറായി വിജയൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും AK ആൻ്റണിയുടെ ഭരണകാലത്തെ പോലീസിനെ ഇതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ അത് അവസാന നിമിഷത്തിലായതുകൊണ്ട് അതിന് മറുപടി പറയാൻ പറ്റിയില്ല. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് പിൻ പോയിൻറ്റ് ചെയ്യേണ്ടി വന്നിരുന്നത് ഇപ്പോൾ സമകാലിക പ്രശ്നങ്ങളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സമയം വളരെ പരിമിതമായിരുന്നു. അത് അദ്ദേഹം വളരെ പറയുകയും ചെയ്യും. പിണറായി വിജയൻ സമയം കൂടുതലെടുത്ത് പഴയ ചരിത്രത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ അദ്ദേഹം ഇതൊന്നും പറഞ്ഞില്ല, അടിയന്തരാവസ്ഥ പോലും അദ്ദേഹം പറഞ്ഞില്ല. എങ്കിൽ പോലും അവിടെ പോലീസ് മർദ്ദനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനെ മറച്ചു പിടിക്കാൻ വേണ്ടി അവരായുധമാക്കിയത് UDF ഭരണകാലമാണെങ്കിൽ അതിൽ AK ആൻ്റണിക്ക് വേദന ഉണ്ടാക്കുന്ന 2 സംഭവങ്ങളാണ് ഹൈലൈറ്റ് ചെയ്തത്. പ്രത്യേകിച്ച് ചാനലുകളൊക്കെ വന്നത്. അന്ന് തന്നെ AK ആൻ്റണിയോട് പല ചാനലുകാരും ചെന്ന് ഇതിനെക്കുറിച്ച് അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനില്ല, ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം വീണ്ടും പലരും ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നിന്നുകൊണ്ട് പറയാനുള്ള ശേഷിയില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ നിൽക്കുന്നത് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഒരു ചാനലായി കൊടുത്താൽ പിന്നെ ബാക്കി എല്ലാവരും കൊടുക്കേണ്ടി വരും. പിന്നെ രാവിലെ വൈകുന്നേരം വീട്ടിൽ അതിന് സമയം കാണുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ കാര്യം ചെയ്യും, KPC ഓഫീസിൽ എന്തായാലും വൈകുന്നേരം വരുമല്ലോ 5 മണിക്ക് ഇവിടെ എല്ലാവരും വിളിച്ചു കൂട്ടാം, ചാനലുകളും പ്രിൻ്റ് മീഡിയ എല്ലാവരും വരട്ടെ, പറയാനുള്ളത് പറയാമല്ലോ എന്ന കാര്യത്തിലേക്കാണ് അങ്ങനെ പത്രസമ്മേളനം വെച്ചത്. പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ന്യായീകരിക്കേണ്ടതുണ്ട്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്പർശിച്ച ഒരു കാര്യമാണിത്. അതായത് 30 വർഷം മുമ്പാണ് ശിവഗിരി സംഭവം ഉണ്ടായത്. അത് കഴിഞ്ഞ് രണ്ടാമത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 2022 അതായത് 23 വർഷം മുമ്പാണ് മുത്തങ്ങ സംഭവം ഉണ്ടായത്. ഈ സംഭവത്തെക്കുറിച്ച് ഇപ്പോഴും ചർച്ച ചെയ്യുകയും അതിൽ AK ആൻ്റണിയെ ഒരു ക്രൂരനായ ഭരണാധികാരിയായി ചിത്രീകരിക്കുമ്പോൾ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് വയസ്സ് ചെന്ന ഒരാളല്ലേ മനസ്സിന്, എൻ്റെ ഭരണകാലത്ത് ഞാനൊരു ചോര കുടിയനായിരുന്നു, ശവന്തീരിയായിരുന്നു എന്ന തരത്തിൽ ഒരു വന്നാൽ മനസ്സിന് വിഷമം ഉണ്ടാവില്ലേ? അത് അദ്ദേഹം പറയണോ വേണ്ടോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യം പറയാൻ അദ്ദേഹത്തിനെ പറ്റൂ, മറ്റുള്ളവർ പറഞ്ഞാൽ ഇത്രയും നന്നാവത്ത. അതുകൊണ്ട് ഞാൻ തന്നെയാണ് പത്രക്കാരെ അഭിമുഖീകരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനോട് സമ്മതിക്കുകയാണ് ചെയ്തത്. സാറ്, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പ് തന്നെ സാർ അതിനെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു. കാരണം ഇന്ന് മാധ്യമങ്ങൾ എടുത്തിട്ട് അലക്കുന്നത്, ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഇത് വാദം മാത്രം സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം. അങ്ങനെയല്ല. കാരണം തലേ ദിവസം അദ്ദേഹം അവശനായി തന്നെ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം ഈ ഓരോരുത്തർക്ക് കൊടുക്കാൻ ഓരോരുത്തർ ഇങ്ങോട്ട് വിളിച്ച് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അദ്ദേഹം ഒരുമിച്ചൊരു ബൈറ്റ് കൊടുത്തതാണ്. രണ്ടാമത്, നിയമസഭയിൽ പ്രതിപക്ഷം നിർജീവമായതുകൊണ്ട് അതിന് മറികടക്കാൻ പറ്റാത്തത് കൊണ്ടാണോ എന്നുള്ളതിനും കൃത്യമായ മറുപടി ഇപ്പോൾ സാർ പറഞ്ഞു കഴിഞ്ഞു. കാരണം കുറച്ചു സമയങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സമകാലികമായിട്ടുള്ള വിഷയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പക്ഷേ മറ്റുള്ള വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൻ്റെ ശരി തെറ്റുകളാണ് ഇന്നലെ AK ആൻ്റണി സാർ വ്യക്തമാക്കിയത്. ഒരുപക്ഷെ ഇന്ന് ശിവഗിരി മഠാധിപൻ പോലും അത് വ്യക്തമാക്കിയിരിക്കുന്നു. അന്ന് കോടതി ഉത്തരവ് പ്രകാരം അന്ന് അത്തരത്തിൽ പോലീസിനെ ഇറക്കേണ്ടതായിട്ടുള്ള ഒരു സന്ദർഭം ഉള്ളതുകൊണ്ട് മാത്രമാണ് വന്നത്. അത് എന്തുകൊണ്ടും നന്നായി എന്ന് ശിവഗിരിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് മഠാധിപൻ പറയുന്നുണ്ട്, അല്ലേ? തീർച്ചയായും. അതായത് 1995 AK ആൻ്റണി മുഖ്യമന്ത്രി ആയത് പ്രത്യേക സാഹചര്യത്തിലാണ്.
കരുണാകരൻ മാറിയപ്പോൾ AK ആന്റണി ഡൽഹിയിൽ നിന്നും നരസിംഹറാവുവാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായിട്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്ന ആദ്യ 2 സന്ദർഭവും അദ്ദേഹം പോലും നനയ്ക്കാതെ ഹൈക്കമാൻഡിൻ്റെ പ്രതിയായിട്ടാണ് വരുന്നത്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ 2 ഗ്രൂപ്പുകളായിട്ട് ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന സമയമാണെന്ന് ഓർക്കണം. അപ്പോൾ ആദ്യം നരസിംഹറാവു NSSൻ്റെ ആസ്ഥാനത്ത് ഷൂസിട്ട് കയറി എന്നുള്ളത് പ്രശ്നമായി. അപ്പോൾ NSS പടങ്ങി. ഇവിടെ ശിവഗിരിയിൽ ശാശ്വതികാനന്ദയുടെ മേധാവിത്വമായിരുന്നു. പ്രകാശാനന്ദ നേതൃത്വത്തിലുള്ളൊരു പുതിയ ടീം ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ 6 മാസമായിട്ട് ഞങ്ങളെ അധികാരത്തിൽ കൈമാറ്റം സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി. അവസാനം ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നു, പോലീസിന് ഇടപെടണം വരണം. അവസാനം നടപ്പിലാക്കാൻ വേണ്ടി കോടതിയിൽ നിന്ന് ആമീൻ വന്ന് പലവണ പോയപ്പോഴും കയറാൻ പറ്റിയില്ല. അവസാനം പോലീസ് ഇടപെടാതെ ഇത് നടപ്പിലാകത്തില്ല, പോലീസ് ഇടപെടണം എന്ന ഒരു നിലപാട് ഹൈക്കോടതിയിൽ വന്നപ്പോൾ കോടതിയുടെ തീരുമാനത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. അതിനു മുമ്പ് എനിക്കറിയാം എത്രയോ സമയം ഇവരുമായി വിളിച്ച് സംസാരിച്ചിരുന്നു. ശാശ്വതാനന്ദ സ്വാമിയോട് സംസാരിച്ചിരുന്നു, മറ്റവരോട് സംസാരിച്ചിരുന്നു. ഇവരുമായി ബന്ധപ്പെട്ട ആളുകളോടെല്ലാം ചർച്ച നടത്തി എനിക്കറിയാം. രാഷ്ട്രീയമായി തന്നെ നടത്തി. പക്ഷേ ഒരു മാർഗവുമില്ലാതെ വന്നപ്പോഴാണ് പോലീസ് ഇടപെടുന്നത്. അത് ശങ്കർ റെഡ്ഡിയാണ് ചുമതലപ്പെടുത്തിയത്. പക്ഷേ പോലീസ് അവിടെ അതിക്രമം നടത്തിയെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അവിടെ ശിവഗിരി വള്ളത്തിലെ പ്രതിമയും പറ്റതൊക്കെ അടിച്ചു ചേർത്തത് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അടിച്ചു ചേർത്തൊന്നും പോലീസല്ല. അന്വേഷണ കമ്മീഷൻ അവിടെ പുറത്തുനിന്ന് വന്ന ഗുണ്ടകളാണ്. ഗുണ്ടകളെന്ന് പറഞ്ഞാൽ അന്ന് ശിവഗിരി സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് പുതിയൊരു സമിതി ഉണ്ടാക്കി. അതിൽ ശിവഗിരിക്കാർ മാത്രമല്ല, മദനിയുടെ നേതൃത്വത്തിൽ ആളുകൾ കണ്ടെത്തുണ്ടായിരുന്നു. അവരെല്ലാം കൂടെ വന്നിട്ടാണ് അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കിയത്. അവരാണ് തകർത്തത്. പക്ഷേ പോലീസാണ് തകർത്തത് എന്ന ഒരു തരത്തിലാണ് ചില മാധ്യമങ്ങൾ അന്ന് പ്രചരണം കൊടുത്തത്. അതിന് പുറകാലെ പ്രതിപക്ഷവും പോയി. കോൺഗ്രസിലെ ചില വിഭാഗങ്ങളും അതിനോട് ചോദിച്ചു. അപ്പോൾ ശിവഗിരി മഠം തല്ലിത്തകർത്ത പോലീസ് എന്നുള്ള ഒരവസ്ഥ വന്നപ്പോഴാണ് ജുഡീഷ്യൽ അന്വേഷണം വെച്ചു. ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. പോലീസിനെ ഇടപെടിച്ചത് കോടതി വിധി പ്രകാരമാണ്. കോടതി അനുസരിച്ച് ശങ്കർ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് വന്നു. ശങ്കർ റെഡ്ഡി എന്ന ഉദ്യോഗസ്ഥനെ ആ റിപ്പോർട്ടിൽ പ്രശംസിച്ചിരിക്കുകയാണ്. അദ്ദേഹം പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ പോലീസിൻ്റെ നേരെ അതിക്രൂരമായ തരത്തിലുള്ള വന്നപ്പോൾ അതിന് നടപടി നിർബന്ധിതമായതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ നയനാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനല്ലേ ഇത്തരത്തിൽ? അതെ. മാത്രമല്ല നയനാർ ഗവൺമെൻറ് കാലത്ത് ഈ റിപ്പോർട്ട്, ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ക്യാബിനറ്റ് അംഗീകരിച്ചാണ്. ആ ക്യാബിനറ്റിൽ പിണറായി വിജയൻ അധ്യക്ഷനായിരുന്നു. വെബ്സൈറ്റിലുണ്ട്, നിയമസഭാ വെബ്സൈറ്റിൽ അംഗീകരിച്ചപ്പോൾ, ഗവൺമെൻറ് അംഗീകരിച്ചപ്പോൾ ആ മന്ത്രിസഭയിൽ പിണറായി വിജയനുണ്ട്. അതറിയാവുന്നതുകൊണ്ടാണ് പിണറായി വിജയൻ വേണ്ടിയിട്ടില്ല. നിയമസഭയിലും ശിവഗിരി പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. കാരണം ഈ റിപ്പോർട്ട് അദ്ദേഹം കണ്ട് കാണണം. പുതിയ ആളുകൾക്ക് അറിയില്ലല്ലോ. ഇപ്പം ചന്ദ്രശേഖരൻ റവന്യൂ മന്ത്രിയൊക്കെ ആയിരുന്നെങ്കിൽ പോലും അദ്ദേഹം രാഷ്ട്രീയത്തിൽ അത്ര പ്രസിദ്ധനായി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് വളരെ വൈകിയാണ്. അപ്പോൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് പറഞ്ഞായിരിക്കാം. പക്ഷേ വർഷങ്ങളായിട്ട് AK ആൻ്റണിയുടെ തലയിൽ ഒരു ദുഷ്പേരുണ്ട്. 2001 ഇലക്ഷനിൽ AK ആൻ്റണിയെ SNDP ഉൾപ്പെടെയുള്ള ആളുകൾ സഹായിച്ചിരുന്നു. അത് സത്യമാണ്. ശിവഗിരി മഠത്തിലുള്ള ആളുകൾ സഹായിച്ചിരുന്നു. പിന്നീട് ശിവഗിരി മഠത്തിൽ AK ആൻ്റണിയെ അവിടെ കൊണ്ടുപോയി തീർത്ഥാടനത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യിച്ചു. അപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു, ഇവിടെ ഉണ്ടായ ഒരു സംഭവത്തിൽ എനിക്ക് ദുഃഖമുണ്ട്, വിഷമമുണ്ട് എന്ന് ആൻ്റണി പറഞ്ഞു. അപ്പോൾ അതിനെ അംഗീകരിക്കുന്നുവെന്ന് ശിവഗിരി മഠത്തിലെ സ്വാമിമാരെല്ലാം വന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ എങ്കിലും ശിവഗിരി മഠത്തിൽ എന്തോ തോന്നിവാസം കാണിച്ച ഒരു ഭരണാധികാരിയാണെന്ന നിലയിൽ AK ആൻ്റണി ആണെന്നുള്ളത് ഇങ്ങനെ വർഷങ്ങളായി തുടരുകയും അത് നിയമസഭയിൽ വീണ്ടും ആവർത്തിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു വേദന ഉണ്ടായി കാണണം. ആ വേദന പ്രതിഫലിച്ചിരിക്കുന്ന അന്തരീക്ഷത്തിലാണ് ഇന്നലെ പത്രസമ്മേളനം നടത്തിയിരുന്നത്. സത്യമാണ്. തീർച്ചയായിട്ടും ഒരു കണക്കിന് അത് നന്നായി. ഒരുപക്ഷെ ഇപ്പോഴൊക്കെയാണ് സോഷ്യൽ മീഡിയ കുറച്ചുകൂടെയൊക്കെ വർദ്ധിച്ചത്. അന്നൊക്കെ ഈ വാർത്തകളിൽ നിന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ ഈ ജനങ്ങൾക്ക് അറിയത്തുള്ളൂ. പക്ഷേ ഇന്ന് കുറച്ചുകൂടി ജനങ്ങൾ അത് മനസ്സിലാക്കുന്ന തരത്തിലേക്ക് കൃത്യമായ തെളിവുകൾ സഹിതം പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ ആ ഒരു ക്രൂശിത ഫലം അല്ലെങ്കിൽ ആ ഒരു കറ ഉണ്ട് എന്നുള്ളൊരു ജനവികാരം അത് ഇന്ന് മാറിയിരിക്കുകയാണ്. ആന്റണി സാർ എന്തുകൊണ്ട് ഇന്നലെ അത് പറഞ്ഞതും ഇന്നത് വാർത്തകൾ മാധ്യമങ്ങൾ ഏറ്റെടുത്തത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. ഒപ്പം തന്നെ മുത്തങ്ങ സംഭവം പറയുന്നുണ്ട്. മുത്തങ്ങ സംഭവത്തിൽ നിന്ന് ജാനു ഉൾപ്പെടെയുള്ള നിരവധി പേര് അത് പ്രതികരിച്ചിട്ടുണ്ട്. മുത്തങ്ങ സംഭവത്തിൽ ഇത്തരത്തിലുള്ള ഒരുപക്ഷെ അതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടെ ചേർന്നെടുത്ത ഒരു തീരുമാനമാണ് എന്ന് CK ജാനു പറയുമ്പോഴും പക്ഷേ അതും AK ആന്റണി സാറിന്റെ തലയിലേക്ക് വരികയാണല്ലോ. അതായത് മുത്തങ്ങ ആദിവാസികൾ കാടിൻ്റെ മക്കളാണ്. ആ കാടിൻ്റെ ഭൂമി അവർക്ക് അവകാശപ്പെട്ടതാണ്, സംശയമൊന്നും വേണ്ട. പക്ഷേ ആദിവാസികൾക്ക്
പുനരധിവാസത്തിനുള്ള പദ്ധതികൾ, സുഗന്ധഗിരി പ്രോജക്റ്റ് ഉൾപ്പെടെ ധാരാളം കാര്യങ്ങൾ നടപ്പിലാക്കി. പ്രത്യേകിച്ചും അത് നടപ്പിലാക്കിയത് വയനാട്ടിലാണ്. മാത്രമല്ല കണ്ണൂർ ജില്ലയുടെ ചില പ്രധാന പ്രദേശങ്ങളിൽ തിരുവനന്തപുരം വരെയുള്ള അച്ചൻകോവിൽ അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ കോട്ടൂർ വനാന്തരങ്ങളിലൊക്കെ ധാരാളം ആദിവാസികളുണ്ട്. അവിടെയെല്ലാം അവർക്ക് കൃഷി ചെയ്യാനുള്ള ഭൂമിയില്ല എന്നുള്ളത്, സ്വന്തമായ പട്ടയമുള്ള ഭൂമിയില്ല എന്നുള്ള സത്യമാണ്. എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നമുണ്ടായ 2002 2010 വർഷം മുമ്പാണ് ആലക്കോട് ഒരു സമരം നടന്നത്. അന്ന് ഞാൻ ദേശീയ വേദിയുടെ പ്രസിഡൻ്റാണ്. ഈ ആലക്കോട് സമരം നടന്നപ്പോൾ ഞാനാണ് അവിടെ പോയത്. അന്ന് ആദിവാസികൾ കണ്ണൂർ കളക്ട്രേറ്റിൽ സമരം നടത്തിയപ്പോൾ ആ സമരം നടത്തിയ ആളുകളെ അന്ന് പിന്നീട് നയനാർ ഗവൺമെൻറ് കാലത്ത് അടിച്ചു. അന്ന് ശ്രീരാമൻ കൊയ്യോൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു ആദിവാസി സംഘടനയുടെ പ്രസിഡൻ്റാണ് എന്നെ കൊണ്ടുപോയത്. ഞാനാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. അന്ന് ആദിവാസികളെ പോലീസ് നിഷ്ഠൂരമായി അടിച്ചൊരു സംഭവമുണ്ട്. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അത് 96 97 എനിക്ക് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞ് CK ജാനുവിൻ്റെ നേതൃത്വത്തിൽ, CK ജാനു ആദ്യം CPM കാരിയായിരുന്നു. പിന്നീട് CK ജാനുവിൻ്റെ നേതൃത്വത്തിൽ ഗീതാനന്ദ നേതൃത്വത്തിൽ ആദിവാസി ഗോത്ര സമിതി വരുന്നത് നയനാർ ഗവൺമെൻറ് കാലത്താണ്. നയനാർ ഗവൺമെൻറ് കാലത്ത് അവർ ഈ ഭൂമി പ്രശ്നമൊക്കെ ഉന്നയിച്ചപ്പോഴൊന്നും അതിന് അനുഭാവപൂർവ്വമായി നടപടി സ്വീകരിച്ചില്ല. ആൻ്റണി ഗവൺമെൻറ് വന്നപ്പോഴാണ് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഷെഡ് കെട്ടി സമരം നടത്തിയത് 40 ദിവസത്തോളം. അപ്പോൾ ആൻ്റണി ഗവൺമെൻറ്റാണ് അന്ന് ഒരു തീരുമാനമെടുത്തത് ഇവർക്ക് ഭൂമി കൊടുക്കാൻ. ആ ഭൂമി കൊടുക്കുന്നതിൽ ഒരു കാലതാമസം ഉണ്ടായ സത്യമാണ്. മാത്രമല്ല ആദിവാസികളുടെ ഈ സന്തോഷത്തിൽ പങ്കെടുക്കാൻ AK ആൻ്റണി തന്നെ റോഡിൽ വരികയും അദ്ദേഹം ചെണ്ട അടിച്ച് അത് നൃത്തത്തിൽ പങ്കാളിക്കുകയും ചെയ്ത ഒരു കഥയുണ്ട് ആ കാലത്ത്. അപ്പോൾ അങ്ങനെ വളരെ ഉത്സാഹഭരിതമായ അന്വേഷണത്തിൽ പ്രശ്നം തീർന്നു എന്ന് കരുതുന്ന സമയത്താണ് ആദിവാസി ഗോത്രസഭ മുത്തങ്ങയിൽ കുടിൽ കെട്ടിയത്. മുത്തങ്ങയിൽ കുടിൽ കെട്ടിയതെന്ന് പറഞ്ഞാൽ 800ഓളം കുടുംബങ്ങൾ കെട്ടിയെന്നാണ് പറയുന്നത്. അത് പക്ഷേ ഗവൺമെൻറ്റിന് അതിനകത്ത് ആദ്യം ഒരു 1-2 മാസം ഗവൺമെൻറ് നോക്കി നിന്നു, ഒന്നും പറ്റിയില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമം, അതായത് വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാണ് മുത്തങ്ങ കാടിൽ ആരെയും അനുവദിക്കരുത്. ആ വന്യമൃഗ മുത്തങ്ങ മാത്രമല്ല, തോൽപ്പെട്ടി, നമ്മുടെ തേക്കടി കുമളി ഏരിയയിലുള്ള നമ്മുടെ പുല്ലപ്പെരിയാർ ഇരിക്കുന്ന പ്രദേശം, നമ്മുടെ KTDCയുടെ ആസ്ഥാനം ഇരിക്കുന്ന സ്ഥലമെല്ലാം ടൈഗർ റിസർവാണ്. അത് വന്യമൃഗ സംരക്ഷണം എന്നുള്ളത് കേന്ദ്ര നിയമമായിട്ടും ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വന്നതുപോലെ അവിടെ മനുഷ്യന് പാർപ്പിക്കാനുള്ള കുടിലുകൾ അല്ലെങ്കിൽ നിയമം കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഒരു നിയമപ്രശ്നമാണ്, കേന്ദ്ര നിയമപ്രശ്നമാണ്. അപ്പോൾ അവിടെ കുടിൽ കെട്ടതിനെ തടയേണ്ടത് ആരുടെ ആവശ്യമാണ്? കേന്ദ്ര നിയമം അനുസരിച്ചുള്ള ഇതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വന്യമൃഗക്കാണോ സാധനം മനുഷ്യർക്കാണോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യർക്ക് പറയേണ്ടി വരും. പക്ഷേ അവിടെ ഒരു സംശയം ബാക്കി നിൽക്കും. കാടിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ അവർ കാട്ടിനുള്ളിൽ തന്നെയാണ് വസിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം മൃഗങ്ങളുമായിട്ട് അവർ കൂടുതൽ ഇടപെടുന്നതാണ്. പക്ഷെ അവിടെ കുടിൽ കെട്ടിയ ഇവിടെ കുടിയൊഴിപ്പിക്കണമെന്ന ഒരു നിലപാട് പല ഭാഗത്തൊന്നും ഉണ്ടായി. അപ്പോൾ കുടിയൊഴിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ് വന്നപ്പോൾ ആ കുടിയൊഴിപ്പിക്കാൻ പോയി. ചർച്ചകൾ നടത്തി വിജയിച്ചില്ല. അപ്പോൾ കുടിയൊഴിപ്പിക്കാൻ പോയ പോലീസും ആദിവാസികളും തമ്മിലുള്ള സംഘർഷത്തിൽ ഒരു പോലീസുകാരൻ രാജ്യം ഭരിച്ചു. അതാണ് പോലീസിനെ പ്രകോപിപ്പിച്ചത്. ഒരു പോലീസുകാരൻ മരിച്ചു എന്നുള്ളത് അവരെ സംബന്ധിച്ച് പ്രകോപിച്ചത്. പിന്നീട് ആദിവാസി മരിച്ചു. അപ്പോൾ അവിടെ പോലീസിൻ്റെ നടപടികൾ ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആളല്ല. കാരണം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ, സത്യം പറഞ്ഞാൽ ഞാൻ ദൃശ്യങ്ങൾ കാണുമ്പോൾ പോലീസിൻ്റെ ഒരു കിരാതമായ വേട്ടയായിട്ടേ പൊതുസമൂഹത്തെ കാണുകയുള്ളൂ. അതുകൊണ്ടാണ് VR കൃഷ്ണയ്യർ, മേധാ പട്കർ, അരുന്ധതി റോയ് തുടങ്ങിയവരെല്ലാം അതിന് എതിരായി പറഞ്ഞു. ഞാനും ഇടതുപക്ഷത്തു നിന്നാളും അത് ശരിയായില്ല എന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ CBI ഒരു റിപ്പോർട്ട് വന്നപ്പോൾ പോലീസ് നടപടി വേണ്ടിയിരുന്നു. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള കുറ്റമല്ല, പോലീസ് അതിക്രമത്തെക്കാളേറെ അന്ന് ഉണ്ടായ സംഭവത്തെക്കുറിച്ച് പോലീസിനെ ന്യായീകരിക്കുന്ന നിലപാടിലേക്കാണ് CBI റിപ്പോർട്ട് വന്നത്. പക്ഷേ CBI റിപ്പോർട്ടാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാലും മനുഷ്യൻ്റെ ചോര വീണ് മരിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് പ്രാകൃതമാണ്, ശരിയല്ല. അത് ജനാധിപത്യ ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാവില്ല. എങ്കിൽ പോലും അത് AKLലാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അതിനോട് ചോദിക്കാൻ പറ്റില്ല. പക്ഷേ അത് വീഴ്ചയുണ്ടായോ ഇല്ലയോ എന്ന് കുറിച്ച് അന്വേഷിച്ച CBI അതിൽ ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന അവസ്ഥയാണ് വന്നത്. അത് ഞാൻ പറഞ്ഞത് ഏത് കാലഘട്ടത്തിൽ, അത് പിണറായി വിജയൻ തന്നെ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ അടിച്ചൊതുക്കാൻ വേണ്ടി അവർ വളരെ പ്രാകൃതമായ പോലീസ് ഉണ്ടായിട്ടുണ്ട്. തിരുവിതാംകൂറിൽ 5 രൂപ പോലീസിനെ കുറിച്ച് പോലും പിണറായി വിജയൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ജനാധിപത്യ ഭരണകാലത്തും ആ പോലീസിൻ്റെ വർഗ്ഗസ്വഭാവത്തിൽ മാറ്റം വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ പോലീസിൻ്റെ വർഗ്ഗസ്വഭാവം തുടരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സിസ്റ്റം അനുസരിച്ച്, ഞാൻ സിസ്റ്റത്തെ അനുകൂലിക്കുകയില്ല, സിസ്റ്റം മാറ്റേണ്ടത് ജനാധിപത്യ ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണ്. അന്ന് നിലനിന്നിരുന്ന പോലീസിൻ്റെ സിസ്റ്റം പാളിയത് സത്യമാണ്.
പക്ഷേ ആ പാളിയെങ്കിൽ പോലും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന എ കെ ആൻ്റണിയാണ് സമൂഹം കുറ്റപ്പെടുത്തിയത്. പക്ഷേ അതിൽ എ കെ ആൻ്റണിക്ക് ഉത്തരവാദി അല്ല എന്ന മട്ടിൽ CBIയുടെ റിപ്പോർട്ട് വന്നിട്ടും എ കെ ആൻ്റണി വീണ്ടും വീണ്ടും ആക്രമിച്ചതായിരിക്കാം അദ്ദേഹത്തെ വിഷമിപ്പിച്ചത്. അതുകൊണ്ടാണ് ആദ്യം പറയാൻ തയ്യാറായത്. ഒരുപക്ഷെ CK ജാനു പറയുന്നത് പോലെ അന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ അന്ന് ഒരുപക്ഷെ CPM ഉൾപ്പെടെ ഇതിനെ അനുകൂലിച്ച് മുത്തങ്ങ സംഭവത്തിൽ കുടിയൊഴിപ്പിക്കൽ വേണമെന്നുള്ള രീതിയിൽ നിന്നതുകൊണ്ടാണ്. അത് ഒരു പാർട്ടി മാത്രമല്ല എന്നുകൂടി CK ജാനു കൂട്ടിച്ചേർക്കുന്നുണ്ട്. അത് ശരിയാണ്. കാരണം ഈ ആദിവാസികൾക്ക് ഭൂമി പ്രശ്നത്തിൽ ഭൂമി കൊടുക്കാൻ തീരുമാനിച്ചത് ആൻ്റണി ഗവൺമെൻറ്റാണ്. പക്ഷേ ആദ്യഘട്ടങ്ങളിൽ ആദിവാസികൾ കുടിൽ കെട്ടിയപ്പോൾ അവരുടെ കുടികെട്ടിയുള്ള സമരത്തെ CPM അനുകൂലിച്ചിരുന്നില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് CPM എന്ന പാർട്ടി അനുകൂലിച്ചിരുന്നില്ല. പക്ഷേ അച്യുതാനന്ദനോടെ ചെന്ന ശേഷം അദ്ദേഹം ആദിവാസികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആദിവാസികളുടെ കൂടെയാണ് എന്നൊരു നിലപാടിലേക്ക് വന്നതും സത്യമാണ്. പക്ഷേ ആദ്യഘട്ടങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. അതായത് എല്ലാ കക്ഷികളെയും യോജിപ്പിച്ച് കൊണ്ടുപോകാനാണ് ആൻ്റണി ശ്രമിച്ചത്. പക്ഷേ ഒരു ഘട്ടത്തിൽ അത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വളരെ കടുത്ത നിലപാട് സ്വീകരിച്ചു. ഇന്നലെ തന്നെ എ കെ ആൻ്റണി വികാരപരിതനായി പറഞ്ഞല്ലോ, മരിച്ചൊരാളെ കുറിച്ച് പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞത് പഞ്ചസാര കൊണ്ട് ഇട്ട് ആദിവാസികളെ കത്തിച്ചു എന്നൊക്കെയാണ്. മരിച്ചവരുടെ കണക്കൊന്നുമില്ല. പഞ്ചസാരയിൽ കൊന്നു വരെയാണ് പറഞ്ഞത്. കല്ല് വെച്ച തുണയാണെന്ന് വരെ ഇന്നലെ എ കെ ആൻ്റണി പറഞ്ഞു. അപ്പം അതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അതൊരു ബാഡ് മാർക്കായിരുന്നു. പക്ഷേ CBI റിപ്പോർട്ട് വന്നതോടുകൂടി ആ പാവക്കറയിൽ നിന്നും എ കെ ആൻ്റണി മോചിതനായി. പക്ഷേ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും അത് പറഞ്ഞ് പുള്ളിയെ വേദനിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വിഷമമാണ് ഇന്നലെ അദ്ദേഹം. ഖേദമുണ്ട്. ഒരിക്കലും ചോര വീണ് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. അത് ഞാൻ ന്യായീകരിക്കുകയല്ല. ആന്റണി സാറിന്റെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് അദ്ദേഹം അങ്ങനെ ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ പറഞ്ഞോണം ഒരു നല്ലൊരു പ്രവർത്തന രീതി തന്നെയാണ് അദ്ദേഹം പലപ്പോഴും കാഴ്ചവെച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ഒരു പക്ഷേ ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതി നമ്മൾ ചിന്തിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ഓർഡർ ഇടാം എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുള്ളൊരു ജനങ്ങളുടെ ചിന്തകളാണ് മാറേണ്ടത്. കാരണം ഇത് മുകളിലും കേന്ദ്രവുമുണ്ട്, അല്ലെങ്കിൽ സുപ്രീം കോടതിയുണ്ട്. അവരുടെയൊക്കെ ഒരു നിയമത്തിനനുസരിച്ച് ഒരു ഭരണകർത്താവിന് മുമ്പോട്ട് പോകാൻ പറ്റൂ എന്നുള്ളൊരു കാര്യം കൂടി ഈ രണ്ട് സംഭവം വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ശിവഗിരി സംഭവമാണെങ്കിലും പോലീസിനെ വിടണം എന്നുള്ളത് കോടതിയുടെ നിർദ്ദേശം, അതങ്ങനെ വിടേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ ശിവഗിരി മഠത്തിലെ മഠാധിപൻ തന്നെ പറഞ്ഞു അങ്ങനെ വിട്ടത് എന്തുകൊണ്ട് നന്നായി, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്നും ശിവഗിരി ഒരു ചോരക്കളമായിട്ട് തന്നെ നിൽക്കുന്നത് നമ്മൾ കാണേണ്ടി വന്നതിന് ഒരു പക്ഷെ കൂടിയനെ. മുത്തങ്ങ സംഭവം അന്ന് ഇപ്പം തീരും എന്ന് പറഞ്ഞെടുത്ത് ലാഘവത്തോടെ എടുത്തതാണ് വീണ്ടും അത് രൂക്ഷമായി വന്നത്. അതൊരു പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ നിൽക്കാത്ത രീതിയിൽ, എത്രയെന്ന് പറഞ്ഞാലും കയ്യിൽ നിൽക്കാത്ത രീതിയിൽ പോയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പോലീസിന് ഇന്നത്തെ ആഭ്യന്തരത്തിലും എന്താണ് സംഭവിക്കുന്നത്, പോലീസിന്റെ ആ സിസ്റ്റം കയ്യിൽ പിടിക്കാൻ പലപ്പോഴും മുഖ്യമന്ത്രിക്ക് പറ്റുന്നില്ല. നമുക്ക് എല്ലാ പോലീസുകാരും നല്ലവരാണെന്ന് പറയില്ല, എന്നാൽ എല്ലാവരും മോശക്കാരാണെന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ചില ആൾക്കാരിലുള്ള ചില ചില ദുസ്വഭാവങ്ങൾ അല്ലെങ്കിൽ തീവ്ര സ്വഭാവങ്ങളായിരിക്കും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ആളിക്കത്താനും അല്ലെങ്കിൽ മരണങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഏതായാലും ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, കെ ആന്റണി സാറുമായിട്ട് അത്രയേറെ ഒരു സൗഹൃദ ബന്ധവും കൂടി അങ്ങേക്കുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ മറ്റാരേക്കാളും നന്നായിട്ട് കുറച്ചുകൂടി അങ്ങേക്കറിയാം. ഇനിയിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം എനിക്ക് ആയുസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചില കാര്യങ്ങൾ ബോധിപ്പിക്കും. അവിടെ ഒരു ആത്മകഥയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ? അതെനിക്കറിയില്ല. എ കെ ആന്റണിയോട് വ്യക്തിപരമായ ഏറ്റവും ബന്ധമുള്ള ആൾ ഞാൻ തന്നെയാണ്. കാരണം ഒരു 12 വയസ്സ് മുതൽ ഞാൻ കോൺഗ്രസിൽ നിന്ന് പിരിയുന്നവരെ എ കെ ആന്റണിയുടെ ഏറ്റവും അടുത്ത ആളായിട്ടാണ് ഞാൻ അറിയപ്പെടുന്നത്. പിന്നീട് 20 വർഷത്തെ ഇടവേളയുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന് കുഴപ്പം ഉണ്ടായിട്ടില്ല, കാണാറുണ്ട്. ഞാൻ KTDC ചെയർമാനായിരുന്നപ്പോൾ KTDCയുടെ ഇൻ്റർനാഷണൽ മറീനയുടെ ഉദ്ഘാടനം നടത്തിയത് പ്രതിരോധ മന്ത്രി എ കെ ആന്റണിയാണ്. അദ്ദേഹത്തിന് അസുഖം വരുമ്പോഴൊക്കെ പോകുമായിരുന്നു. ഡൽഹിയിൽ പോയാൽ അദ്ദേഹത്തെ കാണുമായിരുന്നു. ആ ഒരു ബന്ധത്തിന് ഉണ്ടായിരുന്നില്ല. തിരിച്ചു വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും എ കെ ആന്റണിയാണ്. അദ്ദേഹമാണ് എന്നെ എപ്പോഴും തിരിച്ചു വരണമെന്ന് വിളിക്കുകയും അദ്ദേഹം വന്നതിന് ശേഷം കഴിഞ്ഞ ഒരു 4-5 വർഷത്തോളമായിട്ട് ഏറ്റവും കൂടുതൽ എ കെ ആന്റണിയുമായിട്ട് ബന്ധപ്പെടുന്ന ആളും ഞാൻ തന്നെയാണ്. കാരണം വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും ഞാൻ KPCC ഓഫീസിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരുന്നുണ്ട്. 5 മണിക്ക് എ കെ ആന്റണി മിക്കവാറും ഞങ്ങൾ കാണാറുണ്ട്. പക്ഷേ എ കെ ആന്റണിക്കോട് പല പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കണം, ലേഖകന്മാരെ വിട്ടുതരണം എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം അതിന് തയ്യാറായില്ല. പ്രമുഖ വീക്കിലികളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആരെയും വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ പലരെയും വേദനിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അങ്ങനൊരു ഇതിന് പോകുന്നില്ല. അതുകൊണ്ട് കിടക്കട്ടെ അത്
അതുകൊണ്ട് ചരിത്രമായി കിടക്കട്ടെ എന്നല്ലാതെ ഞാനത് കുത്തിപ്പൊക്കുന്നില്ല എന്നൊരു നിലപാടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ആത്മകഥ എഴുതുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിൽ പോലും പഴയ കാര്യങ്ങൾ പറയേണ്ടി വരുമെന്ന് പറയുമ്പോൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അദ്ദേഹം പഴയ നിലപാടിൽ നിന്ന് മാറി മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ അപ്രിയ സത്യങ്ങൾ പറയേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞാലും ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പുള്ളി അദ്ദേഹത്തിൻ്റെ നിലപാട് ന്യായീകരിച്ചതല്ല, ആരെയും കുത്തി വേദനിപ്പിച്ചില്ല. അപ്പം സത്യങ്ങൾ പറയുമ്പോൾ ആർക്കും വേദനിപ്പിക്കേണ്ടി വരും. അപ്പം ഞാനൊരു ചരിത്രകാരനാണ്. ഞാൻ തന്നെ പലപ്പോഴും ചരിത്രം എഴുതി വരുമ്പോഴത്തേക്കുണ്ട് പല അപ്രിയ സത്യങ്ങൾ എഴുതേണ്ടി വരുമ്പോൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ പല ആളുകളെയും വേദനിപ്പിക്കേണ്ടി വരുന്നുണ്ട്. എനിക്കും ഒരു മാനസിക വൈകല്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും എൻ്റെ പേര ശരിക്കും ചലിക്കുന്നില്ല. അപ്പോൾ ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഉന്നതനായ ഒരാൾക്ക് അദ്ദേഹം എഴുതുന്ന ഒരു വരികൾക്ക് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നതാണെങ്കിൽ പോലും കൊടുക്കുമ്പോൾ വരികൾക്ക് വലിയ വ്യാപ്തി ഉണ്ടെന്നറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വയസ്സ് ഇപ്പോൾ തന്നെ 85 കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു 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 സാഹസത്തിന് മുതിരൊന്നും തോന്നില്ല. എങ്കിലും അദ്ദേഹം പറയേണ്ടത് പറയുമായിരിക്കാം. അസംബ്ലി കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എനിക്ക് പറയേണ്ടി വരുമെന്ന് പറഞ്ഞാൽ. കാരണം അത് ഞാൻ ചോദിക്കാനുള്ള കാരണം ഞാൻ ആദ്യം ഇടയ്ക്ക് ഞാൻ സാറിനോട് പറഞ്ഞു. കാരണം അന്നൊന്നും ഇത്രത്തോളം മാധ്യമങ്ങളില്ലായിരുന്നു. ഇപ്പോൾ യൂട്യൂബ് ചാനലുകൾ, ഡിജിറ്റൽ മീഡിയ ഉൾപ്പെടെ വളർന്ന്, സോഷ്യൽ മീഡിയ ഉൾപ്പെടെ വളർന്ന ഒരു കാലഘട്ടമാണ്. ജെൻസി പിള്ളേരുടെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇത്തരത്തിൽ പഴയ സംഭവങ്ങൾ ഇന്നലെ വരെയും ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ നേർക്ക് ചൂണ്ടിയ വിരൽ ഇന്ന് സംശയാസ്പദമായിട്ട് അല്ലെങ്കിൽ ഏതു ഭാഗം ശരി എന്നുള്ള ജനം വീണ്ടും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്രിയ സത്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില നേരുകൾ ജനങ്ങൾ ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. അത് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, മറ്റാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം. അപ്പോൾ അദ്ദേഹം ഇന്നലെ ഒരു എല്ലാവരും വിഷമിച്ച കാര്യമുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ. അപ്പോൾ അതായത് ഞാൻ അധികനാളില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ മാത്രമേ എനിക്ക് പറ്റുള്ളൂ എന്ന് പറയുന്നു. അപ്പം 2 പ്രശ്നങ്ങളുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു അവസ്ഥ, അത് കേട്ടപ്പോൾ തൊട്ടടുത്തിരുന്ന് എനിക്ക് പോലും വേദനയുണ്ടായി. രണ്ടാമത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുണ്ടാകുന്ന രാഷ്ട്രീയ കാലാവസ്ഥ എന്നുള്ളതാണ്. അപ്പം നമുക്ക് ജീവിച്ചിരിക്കുന്നുള്ള ഭാഗം വിടാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ രാഷ്ട്രീയ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിലും അത് ഒരു പൂർണ്ണമായ വ്യക്തത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉണ്ടാവുകയുള്ളൂ. ആ സമയത്ത് ചോദിച്ചാൽ മതിയല്ലോ. അതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ഒക്കെ നൽകട്ടെ. മാത്രമല്ല എനിക്ക് വളരെ അതിശയമായി തോന്നിയത് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞാനൊരു ടെൻഷൻ രീതിയിലാണ് കണ്ടത്. കാരണം ഇത്രയേറെ പ്രായാധിക്യമുണ്ട്, അദ്ദേഹം തീരെ വയ്യാണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കുട്ടികൾ, മാധ്യമപ്രവർത്തകർ ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ചടുലമായ ചോദ്യങ്ങൾ, ഏത്തരത്തിലാണ് കിഴിഞ്ഞുള്ള ചോദ്യങ്ങൾ. ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തകർ പഴയ രീതിയിലല്ല, ആരുടെയും പേഴ്സണൽ ലൈഫിലോട്ട് മൈക്കുമായിട്ട് ചുരണ്ടിക്കയറുന്ന ഒരു അവസ്ഥയുണ്ട്. പലപ്പോഴും നല്ല ഭാഷയായിരിക്കത്തില്ല, ചിലവർക്ക് നല്ല ക്രൂക്കഡായിട്ടുള്ള ഭാഷയായിരിക്കും. ഇതൊക്കെ അദ്ദേഹം എങ്ങനെ തരണം ചെയ്യും എന്നുള്ളിടത്ത് വളരെ ബുദ്ധിപൂർവമാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത് എന്നുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളും മറു ചോദ്യങ്ങളുമായിട്ട് നിന്ന ഒരു സമ്മേളനം. ഒരു പക്ഷേ അത് ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് കാണുന്നവർക്ക് അത് മനസ്സിലാവും, അത്രയും ആ ഒരു തന്ത്രം. ഇപ്പോഴും അദ്ദേഹം എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തകരുമായിട്ട് ഇടിച്ചു നിൽക്കാൻ? അല്ല, അത് എനിക്കും സംശയം ഉണ്ടായിരുന്നു. കാരണം ഒരു ആക്രമണം നേരിടാനുള്ള ഭയങ്കര ആക്രമണമായിരുന്നു. കാരണം അത് ഒരു പക്ഷേ ഒരു മാന്യത വിട്ട് പോയ രീതി ആ ഒരു വാർത്താ സമ്മേളനം. ഒരു പ്രായാധിക്യത്തിൽ ഇരിക്കുന്ന മനുഷ്യനാണെന്ന് ഒരു എക്സ്ക്യൂസ് പോലും കൊടുക്കാതെ പലയിടത്തു നിന്നുള്ള ചോദ്യം. അല്ല, ഇപ്പം ഞാൻ പറട്ടെ, ഇപ്പം എനിക്ക് എൻ്റെ വയസ്സ് 70. പണ്ടുണ്ടായിരുന്ന പോലെ ഒരു ആക്രമണം നേരിടാനുള്ള ഒരു മനസ്സില്ല. ചിലപ്പം മാനസിക നില തെറ്റും, ക്ഷമാശക്തി പോവും, ചിലപ്പം ഒരു അസഹിഷ്ണുവാകും. ഇന്നലെ AKആന്റണിയകത്ത് ഒരു അസഹിഷ്ണുത ഉണ്ടായില്ല. അപ്പം പിന്നീട് പത്രസമ്മേളനത്തിന് മുമ്പ് എന്നെ വിളിച്ചു വരുത്തി ഇരുത്തുകയായിരുന്നു. ഞാനങ്ങ് മാറിയിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ എന്തിനാണ് വിളിച്ചതെന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒരു സഹായം വേണ്ടേ, എന്തെങ്കിലും ഒരു സംശയം വന്നാൽ പെട്ടെന്ന്. പക്ഷെ എനിക്ക് തിരുത്തേണ്ടി വന്നില്ല. അദ്ദേഹം പറഞ്ഞതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. ഒരു പേര് മാത്രമാകെ തെറ്റി. അത് തെറ്റിയപ്പോൾ എനിക്കിത് തെറ്റാണെന്ന് തോന്നിയപ്പോൾ ഞാൻ മിണ്ടായിരുന്നു. രണ്ടാമത് ആവർത്തിച്ചപ്പോൾ അദ്ദേഹം ആ പേര് തിരുത്തി പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ബൗദ്ധികമായി അല്ലെങ്കിൽ ഓർമ്മയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമല്ല ഇപ്പോൾ ഉള്ള വിഷയങ്ങളെല്ലാം തന്നെ അദ്ദേഹം കാണുന്നുണ്ട്, അത് മനസ്സിലാക്കുന്നുണ്ട്, മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇത്രയായെങ്കിലും ഇപ്പോഴും ആധുനിക സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ആധുനിക സമൂഹത്തിൻ്റെ ചലനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു നേതാവാണ്. കാലോചിതമായി തന്നെയാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം ഈ ചോദ്യം ചോദിച്ച ആളുകളോടുള്ള സംഭാഷണത്തിലൊന്നും രോഷമല്ല, മക്കളോട് കാട്ടുന്ന ഒരു വാത്സല്യത്തോടുകൂടിയാണ് എന്ന് പറഞ്ഞു. ആകെ പറഞ്ഞത് നിങ്ങൾ എത്ര വർഷമായി മാധ്യമപ്രവർത്തനം തുടങ്ങിയത്?
തുടങ്ങിയത്. അപ്പോൾ 25 വർഷം മുമ്പ് ഞാനാണെങ്കിൽ അത് മുമ്പേ തുടങ്ങിയാണ്. അവസാനം പുള്ളി എല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം പഴയ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചെറിയാൻ കാൽനൂറ്റാണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാത്ത എന്നർത്ഥം. അതായത് ചരിത്രം പറയേണ്ട കാര്യങ്ങളൊക്കെ അതിലുണ്ട് എന്ന് പറഞ്ഞ് എനിക്കൊരു കോംപ്ലിമെൻ്റ് തന്നിട്ടാണ് അവസാനിപ്പിച്ചത്. ഏതായാലും നമ്മുടെ ഈ ചർച്ച അവസാനിക്കുമ്പോൾ എനിക്ക് ഒന്നുകൂടി പറയാനുണ്ട്. അടിയന്തര പ്രമേയത്തിൽ ലോക്കപ്പ് മർദ്ദനം ഒരുപക്ഷെ ഏറ്റവും അധികം ഏറ്റെടുത്തതിൽ ഒരാൾ അങ്ങ് തന്നെയാണ്. ഇപ്പോഴത്തെ ഈ ലോക്കപ്പ് മർദ്ദനത്തെ പറ്റി അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? വളരെ നിഷ്ഠൂരമായ മർദ്ദനമാണ്. ഞാൻ ലോക്കപ്പ് മർദ്ദനം ഏറ്റിട്ടില്ല. ഈ പോലീസ് മർദ്ദനം ഏറ്റിട്ടുണ്ട്, സമരങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ പോലീസ് മർദ്ദനങ്ങൾ സത്യം പറഞ്ഞാൽ അന്ന് ഞാനും ബിനോയ് വിശ്വ ഒരുമിച്ച്, ഞാനിന്ന് KSUവിൻ്റെ ജനറൽ സെക്രട്ടറി ബിനോയ് ആയിരുന്നപ്പം സെക്രട്ടറി യൂണിവേഴ്സിറ്റി ഓഫീസിൽ സമരം ഉണ്ടായിരുന്നു. ഞാനാണ് സമരം ഉദ്ഘാടനം ചെയ്തു. സമരം ഉദ്ഘാടനം ചെയ്ത എനിക്ക് പോലീസ് എൻ്റെ പ്രശ്നം കഴിഞ്ഞപ്പോൾ ഇവിടെ ടിയർ ഗ്യാസ് പൊട്ടിച്ചു. ഞങ്ങൾ ചെയ്തെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിനുള്ളിൽ കയറി അതിൻ്റെ വാതിക്കലാണ് നടത്തി. യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിൻ്റെ പുറത്ത് നിൽക്കാനേ പാടുള്ളൂ. ഞങ്ങൾ അന്നത്തെ ചുരുക്കിൽ കയറിയാണ് അവിടെ ഇരുന്നത്. പക്ഷേ എൻ്റെ പ്രശ്നം കഴിഞ്ഞോടുകൂടി പിരിഞ്ഞു പോകണമെന്ന് പോലീസ് പറയുന്നു. ലാത്തി അടി തുടങ്ങി. അപ്പം ഞാൻ ഓടിയുകൊണ്ട് എനിക്ക് അത്ര എനിക്ക് 1-2 കിട്ടി. അവിടെ നിന്ന അതോ എന്നെ ആരെയും സംരക്ഷിച്ച് എനിക്ക് ഓർമ്മയില്ല, പെട്ടെന്ന് പോയി. ഏറ്റവും ക്രൂരമായി മർദ്ദനമേറ്റത് ബിനോയ് വിശ്വത്തെ ആശുപത്രി കൊണ്ടുപോയി കണ്ടപ്പോഴത്തേക്കൊണ്ട് ഞാൻ പിന്നീട് നേരെ ബിനോയ് വിശ്വത്തെ അന്വേഷിച്ച് കേസുകാരൻ കൊണ്ടു ഇവിടെ പോയി, നമ്മുടെ ജനറൽ ആശുപത്രിയിൽ പോയി. ഞാൻ ചെന്നപ്പോഴത്തേക്കൊണ്ട് ബിനോയുടെ ശരീരത്തിൽ കാണാം. ഒന്നാമത് ബിനോയ് വെളുത്തതാണ്. ഈ ലാത്തിയുടെ പാടുകൾ കിടക്കുന്ന കണ്ടപ്പോൾ സത്യം പറഞ്ഞ് ഞാൻ കരഞ്ഞുപോയി. വൈകുന്നേരം ആയപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്കൊണ്ട് ബിനോയിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി ഇരുന്ന് കരയുന്നു. അതെനിക്ക് വല്ലാതൊരു വിഷമം തോന്നി. യഥാർത്ഥത്തിൽ പിന്നീട് മനസ്സിലായി കൂതാട്ടുള്ള മേരിയുടെ മകളായ ഇപ്പോഴത്തെ ഭാര്യയാണ്. അപ്പോൾ അവർ തമ്മിൽ അടുപ്പമായിരുന്നു. മാത്രമല്ല വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പം ഭാര്യ ആകേണ്ട ഒരു ആൾക്ക് ഉണ്ടായ വിഷമം എത്ര വലുതായിരുന്നു. അപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അന്ന് പോലീസ് മർദ്ദനങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഞാൻ പറഞ്ഞ എൻ്റെ കൺമുമ്പിൽ കണ്ട ഒരു മർദ്ദനത്തിൽ എൻ്റെ ഉത്തരവാദിത്തം പറഞ്ഞു. പക്ഷേ അന്ന് UDFൻ്റെ ഭാഗമാണ് CPI, ASF ഒക്കെ കണ്ടെങ്കിൽ പോലും എനിക്ക് ഏറ്റ മർദ്ദനം പോലീസ് മർദ്ദനങ്ങളല്ല. എനിക്ക് മർദ്ദനങ്ങൾ ഇട്ടിട്ടുള്ളത് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. അത് രാഷ്ട്രീയ ഇതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായി എനിക്കുണ്ടായ വിഷമങ്ങൾ എന്താണെന്നുള്ളത് കേരള സമൂഹത്തിന് അറിയാവുന്നതുകൊണ്ട് വീണ്ടും ആവർത്തിച്ച് ഞാൻ ആ പ്രശ്നം ഉന്നയിക്കുന്നില്ല. ഈ ഇത്തരത്തിൽ ലോക്കപ്പ് മർദ്ദനങ്ങളെ പറ്റി അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇപ്പം സുജിത്തിനൊക്കെ നേരെ ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ സാറൊക്കെ ഒരുപാട് നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ്. അത് ഒരുപക്ഷെ CPM ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കോൺഗ്രസ് പാർട്ടി ആയിക്കോട്ടെ, പ്രവർത്തനം ചെയ്യുന്നത് നാടിൻ്റെ നന്മയ്ക്കായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെയാണ്. അതായത് ഈ 2ാം പിണറായി സർക്കാർ കാണിക്കുന്ന ഒരു ഏറ്റവും വലിയ കാര്യം എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ അദ്ദേഹമാണ് ഒരുപക്ഷെ മർദ്ദനത്തിൽ ക്രൂരമായ മർദ്ദനം യഥാർത്ഥത്തിൽ പോലീസ് മർദ്ദനമേറ്റിട്ടുള്ള ചരിത്രം നോക്കുമ്പോഴത്തേക്കൊണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് കണ്ണൂർ ജയിലിൽ കിരാതമായ മർദ്ദനത്തിന് ഇടയായ ആളാണ്. ഇന്നും അതിൻ്റെ അവശതകൾ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ കഴിഞ്ഞൊരു 4 വർഷമായി കണ്ടുവരുന്ന ഒരു പ്രവണത, ഈ KSUക്കാർ യൂത്ത് കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസ്സുകാരും വന്നാൽ ആദ്യമൊക്കെ ഓടിക്കാൻ വേണ്ടി ജനപ്രിയങ്കി വയ്ക്കും. ഇപ്പോൾ അതല്ല, ക്രൂരമായി അടിക്കുകയാണ്. ഇനി അറസ്റ്റ് കൊണ്ട് പോകുന്ന ആളുകളെ പോലും അടിക്കുകയാണ്, ലോക്കപ്പിൽ അടിക്കുകയാണ്. ഇന്നും ഞാൻ അടുത്ത കാലത്ത് പല ആളുകളെയും കാണുമ്പോൾ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികൾ, KSUവിൻ്റെ വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ ക്രൂരമായ മർദ്ദനമേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാഴ്ച കണ്ടു. എത്രയോ പെൺകുട്ടികൾക്ക് അവർക്കെല്ലാം അടികിട്ടുന്നതിൽ പോലീസ് അടിച്ച് തകർക്കുക എന്നുള്ളതാണ്. ഇനി ഒരിക്കലും ഒരു KSU എന്ന് യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് എന്ന് പറഞ്ഞു പോകരുത്. അടിയേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകൾക്ക് കുറച്ച് കഴിയുമ്പോൾ കേസ്, അറസ്റ്റ് വാറണ്ട്, ജയിലിൽ. അപ്പോൾ മർദ്ദനങ്ങളിൽ കൂടിയും കേസിലൂടെയും അതുപോലെ തന്നെ കള്ളക്കേസിലൂടെയും അടിച്ചമർത്തുന്ന ഒരു തന്ത്രം, ഇത് കമ്മ്യൂണിസ്റ്റ് തന്ത്രമാണ്. ഉന്മൂലന സിദ്ധാന്തം സ്റ്റാലിൻ്റെ കാലത്തും റഷ്യയാണോ എന്ന് VD ശേഷൻ ചോദിച്ചു. സ്റ്റാലിൻ്റെ റഷ്യ മാത്രമല്ല, മാവോയുടെ ചൈനയിൽ ഇത് തന്നെയാണ്. ഉന്മൂലന സിദ്ധാന്തം രാഷ്ട്രീയ പ്രതിയോഗികളെയും രാഷ്ട്രീയ ശത്രുക്കളെയും ഒതുക്കുക, ഇല്ലാതാക്കുക. ആ ഉന്മൂലന സിദ്ധാന്തമാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നടപ്പിലാക്കുന്നത് പോലീസിനെ കൊണ്ടാണ്. അതുകൊണ്ട് ഈ പോലീസിൻ്റെ ഇപ്പോഴത്തെ അതിക്രമങ്ങൾ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ നിവൃത്തിയില്ല. ഈ പുതിയ ഗവൺമെൻറ് ഒരു പുതിയ സിസ്റ്റം ഉണ്ടാക്കുകയാണ്. ആദ്യകാലത്തിൽ നിന്ന് വിഭിന്നമായ ഒരു പുതിയ സിസ്റ്റത്തിനനുസരിച്ച് രാഷ്ട്രീയ പ്രതിയോഗം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഉന്മൂലന സിദ്ധാന്തം പുനരാവർത്തികരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രത്യേകം. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ പോലീസ് രാജാണ്.
എന്തായാലും സാറിനോട് സംസാരിച്ച ചരിത്രങ്ങളേറെ നമ്മൾ തുറന്നു പോകും. സമയം നമുക്ക് ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. എന്തായാലും നിരവധി കാര്യങ്ങൾ ഇതിലൂടെ എനിക്കും പ്രേക്ഷകർക്കും ഒക്കെ അറിയാൻ കഴിഞ്ഞു. ഇപ്പോൾ AK ആന്റണി സാർ പറഞ്ഞതുപോലെ ചോര ഒരുപക്ഷെ അത് വല്ലാണ്ട് ഏതൊരു മനുഷ്യൻ്റെയും വികാരം ഒരുപക്ഷെ നമുക്കൊക്കെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മർദ്ദനങ്ങളൊക്കെ നടത്തുമ്പോൾ അത് എന്തിന് എന്നുള്ളൊരു ചിന്ത കൂടി വരുന്നുണ്ട്. ഒരുപക്ഷെ രാഷ്ട്രീയപരമായിട്ടുള്ള മർദ്ദനങ്ങളൊക്കെ ഉൾപ്പെടെ സിസ്റ്റത്തിൻ്റെ ഭാഗമല്ല എന്ന് പറയുമ്പോൾ അത് ആഭ്യന്തരത്തിൻ്റെ പിടിപ്പുകേട് തന്നെയാണ്. മുത്തങ്ങ ശിവഗിരിയൊക്കെ ഇപ്പോൾ AK ആന്റണി സാർ പറഞ്ഞത് അത് എന്താണ് അതിൻ്റെ പിന്നിൽ സംഭവിച്ചതെന്ന് കൂടി വ്യക്തമാവുകയാണ്. അപ്പോൾ അതിനെ ചുവട് വെച്ച് പോകാതെ ഇനിയെങ്കിലും പോലീസ് നല്ലൊരു മാതൃകാ പോലീസായിട്ട് വരട്ടെ അല്ലേ?